Hi children. Good morning everybody. Say good morning auntie. Okay, sit down. Take your textbook. Page number 78. വായിക്കാം. പാഠം 4. ഈറ. ഈ ഈ റാ റാ ഉണ്ടോ? റാ ദീർഘം റാ. ഈ റാ ഈറ. ഈ റാ ഈറ. ഈ റാ ഈറ. ഇതെല്ലാവരും ഷെയ്ഡ് ചെയ്യണം. ഈ റാ ഈറ. ഈ ച ഈച്ച. ഈ യാ അം ഈയം. ഈ ന അം ഈനം. നീലപ്പീലിക്കാടുകളിൽ പീലി വിരിച്ചു മയിലമ്മ. ഇതൊക്കെ ആൻറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളതാണ് അല്ലേ? നമുക്കിനി ഇത് എഴുതാം. ഉണ്ടോ? ഈറ നമ്മൾ പഠിച്ചത് ഒന്നും കൂടി എഴുതാണ് കേട്ടോ. ഈ റാ ഈറ. ഇനി അടുത്തതോ നമ്മൾ ച പഠിച്ചോ ഇല്ലേ? എങ്ങനെയാ ച പഠിച്ചത്? ടു എഴുതണ പോലെ എഴുതി ഇങ്ങോട്ട് നീട്ടി കണ്ടോ? ച പഠിച്ചില്ലേ? അപ്പോ ഈ ച ഈച്ച. അടുത്തത് ഈണം. നാ നമ്മൾ പഠിച്ചതാ അല്ലേ? ഈണം എന്ന് എഴുതാൻ എളുപ്പമുണ്ട്. എങ്ങനെ എഴുതാൻ നോക്കൂ. ഈ കണ്ടോ? ഇനിയോ നം വരാൻ എന്ത് ചെയ്യണം? ന അം ഈണം. ഇതൊക്കെ എല്ലാവരും എഴുതണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് യ എന്ന അക്ഷരം. വ്യഞ്ജനാക്ഷരങ്ങളിലാണ് വരണത്. എന്നാലും നമുക്ക് ഇപ്പോൾ യ പഠിക്കണം. യ എങ്ങനെയാണ് എഴുതുക? എല്ലാവരും ആദ്യം ഇവിടെ നോക്കും. ഇവിടെ എഴുതി പഠിച്ചതിന് ശേഷം നമുക്ക് 2 ലൈനിൽ എഴുതാം. യ എഴുതാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്നും. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻറ്റി പറയണത് ശ്രദ്ധിക്കുക. ആൻറ്റിയുടെ കൈ എങ്ങനെയാ പോണേ നോക്കുക, അതുപോലെ എഴുതുക. അപ്പൊ എല്ലാവരും ഒന്ന് ഒരു സ്ലേറ്റും പെൻസിലൊക്കെ ഒന്ന് എടുത്തു വയ്ക്കും. വേഗം എടുക്കും. എന്നിട്ട് എഴുതി നോക്കൂ ആൻറ്റിയുടെ കൂടെ എങ്ങനെയാണ്. ഇനി പെൻസിൽ കിട്ടാത്തവരെ തപ്പി നടക്കണ്ട. സ്ലേറ്റ് കിട്ടാത്തവരെ റഫ് ബുക്കിൽ എഴുതിയാലും മതി. നോക്കട്ടെ എങ്ങനെയാണ്. ഒരു റാ എഴുതാൻ എഴുതി എല്ലാവരും ആൻറ്റിയുടെ ഒപ്പട്ടാ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതിന്റെ ചോട്ടിൽ കൂടെ ഇങ്ങോട്ട് പോയിട്ട് ഈ റാ തുടങ്ങിയതിൻ്റെ അവിടെ എത്തുക. എന്നിട്ട് ഇതാ ഈ റായുടെ തുമ്പില്ലേ അതുമ്മേ കൂടെ വന്നിട്ട് അതാ ഇതാണ് യാ. കണ്ടോ? എങ്ങനെ എഴുതാ? ഒരു 2-3 പ്രാവശ്യം എഴുതാനേ കിട്ടുള്ളൂ. ഒന്നും കൂടി എഴുതി നോക്കാം നമുക്ക്. ആദ്യം എഴുതാൻ പറ്റാത്തവരും ഇപ്പൊ എഴുതാ, എഴുതിയിട്ടുള്ളവരും എഴുതാ. എങ്ങനെയാ നോക്കൂ. ആദ്യം റാ എഴുതി കണ്ടോ? ആ റാ ഈ റാന്ന് എഴുതി തുടങ്ങിയതിന്റെ താഴെ കൂടെ വരണേ. എന്നിട്ട് ഇതാ ഇതിന്റെ ഒപ്പം എത്തണം കേട്ടോ. റായുടെ ഒപ്പം കണ്ടോ? എന്നിട്ട് ഇതാ ഇതിന്റെ അടിയിൽ കൂടെ പോയിട്ട് ഇതിന്റെ ഒപ്പം വരണം. ഇതാണ് യാ. നിങ്ങൾ സൂത്രപ്പണിയിൽ പഠിക്കരുത്, അത് കാര്യമില്ല. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം. ഇങ്ങനെ എഴുതി പഠിച്ചാൽ എന്താ ഗുണം? ഏത് അക്ഷരവും ഏത് ബുദ്ധിമുട്ടുള്ളതും അക്ഷരവും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. യാ മനസ്സിലായോ? ഒന്നുകൂടി എഴുതാ. എങ്ങനെ തുടങ്ങണേ നോക്കോട്ടാ. ഇതാ ആദ്യം റാ. ഞാനത് വിട്ട് എഴുതി കാണിക്കാനാട്ടോ. റാ. എന്നിട്ട് ഇതെന്ത് ചെയ്യണം? ഈ റാ തുടങ്ങിയില്ലേ ഇതിന്റെ അടിയിൽ കൂടെ വന്നിട്ട് ഇതാ ഇവിടേക്ക് വരണം. കണ്ടോ? ഇവിടേക്ക് വരണം. അപ്പൊ എന്താ എങ്ങനെയാ നമ്മൾ എഴുതുക? റാന്ന് എഴുതി ഇതാ ഇങ്ങനെ ഇവിടെ വരെ വന്നിട്ട് ഇതുമ്മ കൊണ്ടൊന്ന് മുട്ടിച്ചിട്ട് താഴെ കൂടെ പോയിട്ട് ഇങ്ങനെ. ഇതാണ് യാ. പറയൂ എല്ലാവരും. യാ.
അപ്പോ ഈയം എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതും? ഇവിടെ ഇവിടെ യാ എഴുതുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. കാരണം ഈ 2 ലൈനിൽ എഴുതുമ്പോ ഇവിടുന്ന് തുടങ്ങാൻ നമ്മൾ പാടില്ല. ഈ സെന്ററിൽ ഇവിടുന്ന് തുടങ്ങണം. റ കണ്ടോ? മുകളിൽ മുട്ടിച്ചു, എന്നിട്ട് വന്നിട്ട് താഴെ മുട്ടിച്ചു, ഇങ്ങനെ ഈ വരയമേ കൂടെ വന്നു. കണ്ടോ? അപ്പൊ എളുപ്പമുണ്ട്. ഇതാ ഇവിടെ മുട്ടിച്ചു, എന്നിട്ട് ഇതുമ്മ മുട്ടിച്ചു, ഇതുമ്മ ഈ ലൈനുമ്മ മുട്ടിച്ചു, ഇതാ മൂന്ന്. കണ്ടോ? ആന്റി ഇവിടെ എഴുതി കാണിച്ചെന്നാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അതാണ് ആന്റി ഇവിടെ പഠിപ്പിച്ചത്. ഇനി ഇവിടെ എഴുതാൻ എളുപ്പല്ലേ? ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എഴുതുമ്പോ എളുപ്പല്ലേ നിങ്ങൾക്ക്? ഒന്നുകൂടി എഴുതി നോക്കൂ. ഇതാ ഈ സെന്ററിന്ന് റ എഴുതി എല്ലാവരും. മുകളിൽ മുട്ടി, താഴെ മുട്ടി, ഈ റാ തുടങ്ങിയതിന്റെ താഴെ കൂടെ വന്നു, മുകളിൽ മുട്ടി, ഈ റായുടെ തുമ്പത്ത് കൂടെ വന്നു, ഈ താഴത്തെ ലൈനിൽ മുട്ടി, മുകളിലത്തെ ലൈനിൽ മുട്ടി, യാ. പിന്നെ നമുക്ക് ഈ യം ഇങ്ങനെ എഴുതുക. കണ്ടോ? ഈ എഴുതി അതിനെ ഈ എന്നാക്കി കണ്ടോ? ഈയം യാ അം യം ഈയം. ഒന്നുകൂടി ഈ യാ അം യം ഈയം. മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവരും എഴുതി ആന്റിക്ക് അയച്ചു തരണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഒരു റൈം. ഏതാണ്? ഒരു തുമ്പിയുടെ റൈമാണെന്ന് പാടാൻ പോണത് കേട്ടോ. എല്ലാവരും തുമ്പിയെ കണ്ടിട്ടില്ലേ? പാടാം നമുക്ക്. തുമ്പി തുമ്പി കൊച്ചു തുമ്പി, തുമ്പി തുള്ളാൻ വരുന്നുണ്ടോ? തുമ്പി തുള്ളാൻ വന്നാല് എന്തെല്ലാം തരുമെനിക്ക്? തേനും പാലും പായസവും മകരനെല്ലിൻ കുത്തരിയും. തുമ്പിയോട് ചോദിക്കാണ് കുട്ടിയെ, തുമ്പി 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 തുള്ളാൻ വരുന്നുണ്ടോ എന്നിട്ടോ? അപ്പൊ അത് ചോദിക്കാണ്, തുമ്പി തുള്ളാൻ വന്ന എന്തൊക്കെയാ തരിക ചോദിച്ചു. അപ്പൊ പറയാണ് തേനും പാലും പായസവും പിന്നെ മകരനെല്ലിന്റെ കുത്തരിയും ഒക്കെ തരാം. ഒന്നുകൂടി പാടാം നമുക്ക്. തുമ്പി തുമ്പി കൊച്ചു തുമ്പി, തുമ്പി തുള്ളാൻ വരുന്നുണ്ടോ? തുമ്പി തുള്ളാൻ വന്നാല് എന്തെല്ലാം തരുമെനിക്ക്? തേനും പാലും പായസവും മകരനെല്ലിൻ കുത്തരിയും. മനസ്സിലായോ പാട്ട്? തുമ്പിയുടെ പാട്ട് ഇഷ്ടമായി എല്ലാവർക്കും? എല്ലാവർക്കും നല്ല ഇഷ്ടമായോ ഈ പാട്ട്? തുമ്പിയുടെ പാട്ട് ഇഷ്ടമായോ? എന്നാ നമുക്ക് ഇതൊന്നും കൂടി വായിക്കാം. ഇനി ആ പാട്ട് എല്ലാവരും പഠിക്കാൻ എനിക്ക് പാടിത്തരാം. ഈ റാ ഈറ ച. ഇതേതക്ഷരം? ച. ഇതിൽ ച എന്നൊരു അക്ഷരം ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ആ ച എന്നുള്ളത് എന്റെ കൂട്ടക്ഷരാണ് ച. ച നമുക്ക് പിന്നെ പഠിക്കാം. ഈച്ച. കണ്ടോ? ഈച്ച ഈച്ച. ഈ ണം ഈണം. യാ യാന്ന് എഴുതാൻ എല്ലാവരും പഠിച്ചില്ലേ? ഈ യാ അം ഈയം. ഈ യാ അം ഈയം. ഇനി ആന്റി വേറൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആന്റി എല്ലാവരോടും ചോദിച്ചതാണ്, എന്നാലും ഒന്നുകൂടി ചോദിക്കാം. ആന്റി എല്ലാവർക്കും ഫോൺ ചെയ്തപ്പോ ചോദിച്ചില്ലേ? ഇനി ഇതേതാക്ഷരം? റാ. റാക്ക് ദീർഘട്ടം എന്താ വായിക്കുക? റാ. റാ ദീർഘം റാ. താ ദീർഘം താ. നാ ദീർഘം നാ.
വാ ദീർഘം വാ. ഇത് മനസ്സിലായോ? ഇതുപോലെ എല്ലാ അക്ഷരങ്ങളും. ഇനി വള്ളി. റാവള്ളി റി. താവള്ളി തി. ഞാവള്ളി നീ. വാവള്ളി വി. കണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ, ഇനി എൻ്റെ അത് പിന്നെ നന്നായി പഠിപ്പിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. Thank you, children. Say thank you, Andy. Bye.